ഹായ് വെൽക്കം ബാക്ക്. നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷ് സീരീസിലെ രണ്ടാമത്തെ വീഡിയോ ആണ് ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത്. ഇതിലെ ആദ്യത്തെ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാണാത്തവർ തീർച്ചയായും അത് കാണുക. കാരണം ഈ സീരീസിലുള്ള എല്ലാ വീഡിയോസും കാണുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അത് പൂർണ്ണമായും ബെനിഫിറ്റ് ചെയ്യാൻ സാധിക്കൂ. അപ്പോൾ ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ പ്രൈമറി ഓക്സിലറീസിനെ കുറിച്ചാണ് പഠിച്ചത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മോഡാൽ ഓക്സിലറി വെർബ്സിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ പ്രൈമറി ഓക്സിലറീസും മോഡാൽ ഓക്സിലറീസും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രൈമറി ഓക്സിലറീസ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? ഈസ്, ആം, ആർ, വാസ്, വെർ, അതെല്ലാമാണ് പ്രൈമറി ഓക്സിലറീസ്. മോഡാൽസ് എന്ന് പറയുമ്പോൾ അത് വിൽ, വുഡ്, ഷോൾ, ഷുഡ്, ക്യാൻ, കുഡ്, ആ ഗ്രൂപ്പിൽ വരുന്ന ഓക്സിലറീസിനാണ് മോഡാൽസ് എന്ന് പറയുന്നത്. മോഡാൽ ഓക്സിലറി വെർബ്സിന് ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിന് ഒരിക്കലും ഒരു സെൻറ്റൻസിൽ മെയിൻ വെർബ് ആവാൻ സാധിക്കില്ല. അതായത് മോഡാൽസ് നമ്മൾ എപ്പോഴും മറ്റൊരു വെർബിൻ്റെ കൂടെയാണ് യൂസ് ചെയ്യുക, മറ്റൊരു വെർബിൻ്റെ മുന്നിലായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുക. മോഡാൽസിന് ശേഷം നമ്മൾ ഉപയോഗിക്കുക ഏതെങ്കിലും ഒരു ആക്ഷൻ വേർഡിന്റെ V1 ആണ് നമ്മൾ മോഡാൽസിന് ശേഷം ഉപയോഗിക്കുക എന്ന് കൂടി ശ്രദ്ധിക്കുക. പ്രൈമറി ഓക്സിലറീസ് എന്ന് പറയുമ്പോൾ അതിന് മെയിൻ വെർബായിട്ടും യൂസ് ചെയ്യാം. ഇപ്പോൾ ഷീസ് എ റൈറ്റർ എന്ന് പറയുന്ന സെന്റൻസ് നോക്കൂ, അതിനകത്ത് ഈസ് മാത്രമാണ് ഒരേ ഒരു വെർബായിട്ടുള്ളത്, അതായത് ഈസ് അതിൽ മെയിൻ വെർബാണ്. ഇനിയിപ്പോൾ ഷീസ് റൈറ്റിംഗ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ റൈറ്റിംഗ് എന്ന് പറയുന്ന ആ വെർബിന്റെ കൂടെ അതിന് മുന്നിലായിട്ടാണ് നമ്മൾ ഈസ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ആ സെന്റൻസിൽ ഷീസ് റൈറ്റിംഗ് എന്ന് പറയുമ്പോൾ റൈറ്റ് എന്ന് പറയുന്ന വെർബിന്റെ പ്രസന്റ് കണ്ടിന്യൂസ് ഫോം ഉണ്ടാക്കാൻ സഹായിക്കുക മാത്രമാണ് അവിടെ ഈസ് ചെയ്യുന്നത്. അതായത് പ്രൈമറി ഓക്സിലറീസിന് രണ്ട് രീതിയിൽ നമുക്കതിനെ ഉപയോഗിക്കാൻ പറ്റും. മെയിൻ വെർബായി യൂസ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ ഒരു ഓക്സിലറി വെർബായി സഹായക ക്രിയയായി മറ്റു വെർബ്സിനെ അവരുടെ ടെൻസ് ഫോംസ് ഉണ്ടാക്കുന്നതിന് സഹായിക്കുന്നതിന് വേണ്ടിയും പ്രൈമറി ഓക്സിലറീസ് ഉപയോഗിക്കാൻ പറ്റും. മോഡാൽസിനെ ഒരിക്കലും മെയിൻ വെർബായിട്ട് ഉപയോഗിക്കാൻ സാധിക്കില്ല. അത് എപ്പോഴും നമ്മൾ വേറെ ഒരു വെർബിന്റെ ഇൻഫിനിറ്റീവ്, അതായത് ഇൻഫിനിറ്റീവ് എന്ന് പറയുമ്പോൾ ഒരു വെർബിന്റെ ബേസിക് ഫോം V1 ആണ് ഇൻഫിനിറ്റീവ്. അതിന്റെ കൂടെ ടു ഉപയോഗിക്കുമ്പോൾ ടു ബ്രേക്ക് എന്ന് പറയുമ്പോൾ അത് ടു ഇൻഫിനിറ്റീവ് ആയി. അപ്പോൾ ആ ടു അവിടെ നിന്ന് എടുത്ത് കളയുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് കിട്ടുന്നത് എന്താണ്? ഇൻഫിനിറ്റീവ്, അല്ലെങ്കിൽ അതിന് നമ്മൾ ഗ്രാമറിൽ ബെയർ ഇൻഫിനിറ്റീവ് എന്ന് പറയും. അപ്പോൾ ഇൻഫിനിറ്റീവ് എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കുക അത് V1 ആണെന്ന് മനസ്സിലാക്കുക. മോഡാൽസിന് ശേഷം നമ്മൾ ഉപയോഗിക്കുക ഇൻഫിനിറ്റീവ് ആണ്, അതായത് V1 ആണ് ഉപയോഗിക്കുക. പിന്നെ വേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മോഡാൽ ഓക്സിലറീസിന്റെ ഫോം സബ്ജക്റ്റിനനുസരിച്ച് മാറുന്നില്ല. പ്രൈമറി ഓക്സിലറീസിന്റെ ഫോം സബ്ജക്റ്റിനനുസരിച്ച് മാറുന്നതാണ്. ഇപ്പൊ നമ്മൾ ഇങ്ങനെ പറയാം, ഈ സെന്റൻസ് നോക്കുക, ഐ ആം റൈറ്റിംഗ്. അപ്പോൾ ഇവിടെ ആം ഉപയോഗിക്കാൻ എന്താ കാരണം? സബ്ജക്റ്റ് ഐ ആയത് കാരണമാണ് നമ്മളിവിടെ ആം ഉപയോഗിച്ചത്. ഇനിയിപ്പോൾ സബ്ജക്റ്റ് ഹി ആണെങ്കിലോ നമ്മൾ എന്ത് പറയും? ഹി ഈസ് റൈറ്റിംഗ് എന്ന് പറയും. ഇവിടെ എന്താ നമ്മൾ ഈസ് ഉപയോഗിക്കാൻ കാരണം? സബ്ജക്റ്റ് ഹി ആണ്. സബ്ജക്റ്റ് ദേ ആണെങ്കിൽ നമ്മൾ ദേ ആർ റൈറ്റിംഗ് എന്ന് പറയും. അതായത് ആ പ്രൈമറി ഓക്സിലറി വെർബ് ഈസ്, ആം, ആർ എന്ന് പറയുന്നത് സബ്ജക്റ്റിനനുസരിച്ച് രൂപം മാറിക്കൊണ്ടേയിരിക്കുന്നതാണ്. പക്ഷെ മോഡാൽസ് അങ്ങനെയല്ല. നമ്മൾ സബ്ജക്റ്റ് എന്ത് തന്നെയായാലും മോഡാൽസിന്റെ രൂപം മാറില്ല. നമുക്ക് എങ്ങനെ പറയാം? ഐ വിൽ കം. അപ്പോൾ ഇവിടെ സബ്ജക്റ്റ് ഐ ആണ്, മോഡാൽ വിൽ ഉപയോഗിച്ചു, അതിനുശേഷം നമ്മൾ വെർബിന്റെ കം എന്ന് പറയുന്ന വെർബിന്റെ V1 കം അത് ഉപയോഗിച്ചു. ഇനി സബ്ജക്റ്റ് ഹി ആണെങ്കിലോ അപ്പോഴും നമ്മൾ എന്ത് പറയും? ഹി വിൽ കം എന്ന് പറയും. സബ്ജക്റ്റ് യു ആണെങ്കിലോ അപ്പോഴും നമ്മൾ യു വിൽ കം എന്ന് പറയും. സബ്ജക്റ്റ് ദേ ആണെന്നുണ്ടെങ്കിൽ ദേ വിൽ കം. സബ്ജക്റ്റ് രാജു ആണെന്നുണ്ടെങ്കിൽ രാജു വിൽ കം. അപ്പോൾ എന്ത് തന്നെയായാലും സബ്ജക്റ്റ് എന്ത് തന്നെയായാലും മോഡാൽസിനോ അതിനുശേഷം വരുന്ന ആ ഇൻഫിനിറ്റീവിനോ രൂപത്തിൽ ഒരു വ്യത്യാസവും വരുന്നില്ല. ഇനി വേറൊരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മോഡാൽ ഓക്സിലറീസിന് ING ഫോം ഇല്ല. അപ്പോൾ ചിലർക്ക് തോന്നും അപ്പോൾ വില്ലിംഗ് ഇല്ലേ എന്ന് തോന്നും. വില്ലിംഗ് ഉണ്ട്. വില്ലിംഗ് എന്ന് പറയുന്നതിൽ വിൽ പക്ഷേ തീരുമാനം, നിശ്ചയം, അതൊക്കെയാണ് അതിനർത്ഥം. അതൊരു മോഡാൽ ഓക്സിലറി വെർബ് അല്ല. അതൊരു സാധാരണ വെർബ് ആയതുകൊണ്ടാണ് അതിന് വില്ലിംഗ് എന്ന് പറയുന്ന ഒരു ING ഫോം ഉണ്ടാകുന്നത്. മോഡാൽസ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ ഈ വേർഡ്സിനൊന്നും തന്നെ ING ഫോംസ് ഇല്ല. അതുപോലെ തന്നെ V2 V3 ആ ഫോംസ് ഒന്നുമില്ല. മോഡാൽസിന് ആകെ ഒരു ഫോമേ ഉള്ളൂ. പിന്നെ നമ്മൾ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ നെഗറ്റീവ് ഉണ്ടാക്കുന്നതിന് വേണ്ടി മോഡാൽസിന്റെ കൂടെ ഡു, ഡസ്, ഡിഡ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. നെഗറ്റീവ് ഉണ്ടാക്കാൻ ആ മോഡാൽ വെർബിന് ശേഷം നോട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ സെന്റൻസ് നെഗറ്റീവായി. ഇപ്പൊ തന്ന എക്സാമ്പിൾ നോക്കൂ, ഐ വിൽ കം. ഇതൊരു അഫർമേറ്റീവ് സെന്റൻസ് ആണ്. ഇനി അതിന്റെ നെഗറ്റീവ് എന്താണ്? ഐ വിൽ നോട്ട് കം. ഇനി അതിനെ ക്വസ്റ്റ്യൻ ആക്കണമെങ്കിലോ, ക്വസ്റ്റ്യൻ ആക്കണമെന്നുണ്ടെങ്കിൽ ആ മോഡാലിനെ എടുത്ത് സബ്ജക്റ്റിന് മുന്നിലേക്ക് വെച്ചാൽ മാത്രം മതി. വിൽ യു കം? യു മസ്റ്റ് ഗോ. അപ്പോൾ അത് ഒരു അഫർമേറ്റീവ് സെന്റൻസ് ആണ്. നെഗറ്റീവ് ആക്കാൻ നമ്മൾ മസ്റ്റിന് ശേഷം നോട്ട് ഉപയോഗിക്കും. യു മസ്റ്റ് നോട്ട് ഗോ. ഇനി അത് ക്വസ്റ്റ്യൻ ആക്കണമെന്നുണ്ടെങ്കിലോ മസ്റ്റിനെ എടുത്ത് സബ്ജക്റ്റിന് മുന്നിലേക്ക് വെക്കും. അപ്പോൾ നമുക്ക് അത് ക്വസ്റ്റ്യൻ ആയി കിട്ടി, മസ്റ്റ് ഐ ഗോ. വേറെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത്, നമ്മളിപ്പോൾ സാധാരണ വെർബ്സ് ആകുമ്പോൾ നമ്മളത് അതിന് സിംഗുലർ ഫോംസും പ്ലൂറൽ ഫോംസും ഉണ്ട്. ഇപ്പോൾ സിംഗുലർ ആണെന്നുണ്ടെങ്കിൽ കം എന്നുള്ള വെർബിനെ നമ്മൾ കംസ് എന്നാക്കും അല്ലേ. പക്ഷെ മോഡാൽസിന്റെ കേസിൽ മോഡാൽ ഓക്സിലറീസിന് ശേഷം വരുന്ന വെർബ്സിന് അങ്ങനെ രൂപമൊന്നും മാറില്ല. ഇപ്പം നമ്മൾ ഐ വിൽ കം, ഹി വിൽ കം, അത് ഹി വിൽ കം
കംസ് എന്ന് നമ്മൾ പറയില്ല. അത് സബ്ജക്റ്റ് ഹി ആയതുകൊണ്ട് ആ കം എന്ന വെർബ് മോഡാൽസിന് ശേഷം വരുമ്പോൾ അത് കംസ് ആയി മാറുന്നില്ല. അത് ഏത് സബ്ജക്റ്റ് എന്ത് തന്നെയായാലും അത് വിൽ കം തന്നെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് മോഡാൽസിൻ്റെ മെയിൻ പ്രത്യേകതകൾ. അതിൻ്റെ കൂടെ നമ്മൾ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ ഡുവോ ഡസോ ഡിഡോ ഒന്നും യൂസ് ചെയ്യുന്നില്ല. അതിന് ING ഫോം ഇല്ല, അതിന് V2 V3 ഫോംസ് ഒന്നും തന്നെ ഇല്ല. മോഡാൽസിന് ശേഷം നമ്മൾ എപ്പോഴും വെർബിൻ്റെ ഫസ്റ്റ് ഫോം അതായത് ഇൻഫിനിറ്റീവ് ആണ് യൂസ് ചെയ്യുക. ആ ഇൻഫിനിറ്റീവിൻ്റെ കൂടെ സിംഗുലർ ആണെന്ന് കാണിക്കുന്നതിന് വേണ്ടി നമ്മൾ എസ് ആഡ് ചെയ്യുക അങ്ങനെയൊന്നും ചെയ്യില്ല. അപ്പോൾ ഇതെല്ലാമാണ് മോഡാൽസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതകൾ. ഇനി നമുക്ക് മോഡാൽ ഓക്സിലറി വെർബ്സിനെ കുറിച്ച് ഓരോന്നായിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയി നോക്കാം. നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ എടുക്കുന്ന ഡിസിഷൻസ് അതിനെക്കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ് നമ്മൾ വിൽ ഉപയോഗിക്കുക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഇപ്പോൾ ഡോർ ബെല്ല് കേൾക്കുകയാണെന്ന് കരുതുക. അപ്പോൾ നിങ്ങൾ എന്ത് പറയും? ഞാൻ പോവാം എന്ന് പറയുമല്ലേ. അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ഐ വിൽ ഗോ. ഐ വിൽ ഗോ എന്ന് പറയുമ്പോൾ ഞാൻ പോകാം അല്ലെങ്കിൽ ഞാൻ പോകുന്നതാണ്. ഇത് നേരത്തെ തീരുമാനിച്ചെടുത്തൊരു ഡിസിഷൻ അല്ല, ഇപ്പോൾ ഡോർ ബെല്ല് കേട്ടപ്പോൾ നിങ്ങൾ തീരുമാനിച്ചൊരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ അപ്പോൾ സംസാരിക്കുന്നതിനിടയ്ക്ക് നമ്മൾ എടുക്കുന്ന സ്പോണ്ടേനിയസ് ആയിട്ട് എടുക്കുന്ന ഡിസിഷൻസിനെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ് നമ്മൾ വിൽ മെയിൻലി യൂസ് ചെയ്യുക. ഇനിയിപ്പോൾ വേറൊരു എക്സാമ്പിൾ, നിങ്ങളോട് ആരെങ്കിലും പറയുകയാണ് വിശക്കുന്നു എന്ന് പറയുകയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് പറയും? ഐ വിൽ ഗെറ്റ് യു സംതിങ് ടു ഈറ്റ് എന്ന് പറയും. ഞാൻ നിങ്ങൾക്ക് കഴിക്കാൻ എന്തെങ്കിലും കൊണ്ടുവരാം. ഇത് നേരത്തെ എടുത്തൊരു തീരുമാനമല്ല, അപ്പം തീരുമാനിച്ച കാര്യമാണ് പറയുന്നത്. ഇനി ആർക്കെങ്കിലും അസുഖം വരികയാണ് അല്ലെങ്കിൽ സുഖമില്ല എന്ന് പറയുകയാണെങ്കിൽ ഐ എം നോട്ട് ഫീലിംഗ് വെൽ എന്ന് ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞാൽ എന്ത് പറയും? ഐ വിൽ കോൾ ദ ഡോക്ടർ എന്ന് പറയും. ഞാൻ ഡോക്ടറെ വിളിക്കാം എന്ന് പറയും. അല്ലെങ്കിൽ എന്ത് പറയും? ഐ വിൽ ടേക്ക് യു ടു ദ ഹോസ്പിറ്റൽ എന്ന് പറയും. ഞാൻ നിങ്ങളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം എന്ന് പറയും. ഇതും തന്നെ നേരത്തെ തീരുമാനിച്ചൊരു ഡിസിഷനല്ല. ഇങ്ങനെ അപ്പോഴെടുക്കുന്ന ഡിസിഷൻസ് നമ്മൾ സംസാരിക്കുന്നതിനിടയിൽ നമ്മൾ തീരുമാനിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ് വിൽ മെയിൻലി യൂസ് ചെയ്യുന്നത്. ഇനി വേറെയും വില്ലിന് യൂസ് ഉണ്ട്. ഒന്നാണ് നമ്മളത് ആളുകളെക്കുറിച്ച് ത്രെട്ടൻ ചെയ്യുന്നതിന് വേണ്ടി, ഭീഷണിപ്പെടുത്തുന്നതിന് വേണ്ടിയൊക്കെ നമുക്ക് വില്ല് ഉപയോഗിക്കാം. ഇപ്പോൾ ലാസ്റ്റ് എക്സാമ്പിൾ നോക്കൂ. ഇഫ് യു സേ ദാറ്റ് വേർഡ് അഗെയിൻ ഐ വിൽ ഹിറ്റ് യു. അതിനർത്ഥം എന്താണ്? നീ ആ വാക്ക് വീണ്ടും പറയുകയാണെങ്കിൽ ഞാൻ നിന്നെ അടിക്കുമെന്നാണ് പറയുന്നത്. ഇതൊരു ഭീഷണിയാണ്. ഇങ്ങനെ ഭീഷണികളിൽ നമ്മൾ വില്ല് ഉപയോഗിക്കാറുണ്ട്. വില്ലിൻ്റെ മറ്റൊരു യൂസാണ് പ്രോമിസ് കൊടുക്കുന്നതിന് വേണ്ടിയും നമ്മൾ വില്ല് ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ ഒരു കാര്യം ഞാൻ ചെയ്യും അല്ലെങ്കിൽ ഞാൻ ചെയ്യില്ല എന്ന് പറയുന്നതിന് വേണ്ടി ഐ വിൽ ഡു ഇറ്റ്, ഐ വിൽ ഹെൽപ്പ് യു, അതൊക്കെ പറയുന്നതിന് വേണ്ടിയും നമ്മൾ ഏത് ഉപയോഗിക്കും? വിൽ ഉപയോഗിക്കും. അപ്പോൾ ഇതെല്ലാമാണ് വില്ലിൻ്റെ മെയിൻ യൂസ്. നമ്മൾ അപ്പോൾ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അപ്പോൾ നമ്മൾ എടുക്കുന്ന ഡിസിഷൻസിനെ കുറിച്ച് പറയാൻ വേണ്ടി വില്ല് യൂസ് ചെയ്യും. പ്രോമിസ് കൊടുക്കുന്നതിന് വേണ്ടി വില്ല് യൂസ് ചെയ്യും. അതുപോലെ തന്നെ ത്രെട്ട്, ആളുകളെ ഭീഷണിപ്പെടുത്തുന്നതിന് വേണ്ടി വിൽ യൂസ് ചെയ്യും. പിന്നെ വില്ലിൻ്റെ ഒരു മെയിൻ യൂസ് എന്ന് പറയുന്നത് ഫ്യൂച്ചർ പ്രിഡിക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. നടക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് എന്ത് തോന്നുന്നു, അത് ഉറപ്പുള്ള കാര്യങ്ങളാവണമെന്നില്ല, പക്ഷെ നമുക്ക് എന്താണോ തോന്നുന്നത് അതിനെക്കുറിച്ച് പറയുന്നതിന് വേണ്ടി നമ്മൾ വിൽ യൂസ് ചെയ്യാറുണ്ട്. ഇപ്പം നമുക്ക് തോന്നുകയാണ് നമ്മുടെ ടീം ജയിക്കുമെന്നാണ് തോന്നുന്നതെങ്കിൽ നമ്മൾ എന്ത് പറയും? അവർ ടീം വിൽ വിൻ എന്ന് പറയും. അത് വിജയിക്കുകയോ വിജയിക്കില്ല എന്നുള്ളത് ഭാവിയിൽ നടക്കാനുള്ള കാര്യമാണ്, പക്ഷെ നമ്മളുടെ മനസ്സിലെ വിശ്വാസം അത് വിജയിക്കും എന്നാണ്. അപ്പോൾ അത് ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി അതിനു വേണ്ടിയും നമ്മൾ വിൽ യൂസ് ചെയ്യും. ഇനി വുഡ് എന്തിനെല്ലാമാണ് യൂസ് ചെയ്യുന്നത് നോക്കാം. റിപ്പോർട്ടഡ് സ്പീച്ചിൽ വില്ലിൻ്റെ പാസ്റ്റ് ടെൻസായി വുഡ് യൂസ് ചെയ്യും. വുഡിന് വേറെ ഉണ്ട്. വുഡ് മെയിൻലി യൂസ് ചെയ്യുന്നത് നമ്മൾ പൊളൈറ്റ് ഓഫറിലും റിക്വസ്റ്റിലുമാണ്. അതായത് എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ വളരെ പൊളൈറ്റായി മാന്യമായി ആളുകൾക്ക് ഓഫർ ചെയ്യുമ്പോൾ നമ്മൾ അതിനെ വുഡ് യു ലൈക്ക് എന്നാണ് പറയുക. ഇനി നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം വേണമെങ്കിൽ, എന്തെങ്കിലും ഒരു സാധനം വേണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സർവീസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും? അപ്പോഴും നമ്മൾ ഐ വുഡ് ലൈക്ക് എന്നാണ് പറയുക. അപ്പോൾ ഈ എക്സാമ്പിൾസ് നോക്കൂ. വുഡ് യു ലൈക്ക് അനദർ കുക്കി, ഡു യു വാണ്ട് അനദർ കുക്കി എന്ന് ചോദിക്കുന്നതിലും മാന്യമാണ് വുഡ് യു ലൈക്ക് അനദർ കുക്കി എന്ന് ചോദിക്കുന്നത്. വുഡ് യു ലൈക്ക് സംതിങ് ടു ഡ്രിങ്ക്, എന്തെങ്കിലും കുടിക്കാൻ വേണോ? ഐ വുഡ് ലൈക്ക് എ കപ്പ് ഓഫ് കോഫി. നമുക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയാം? നമുക്ക് ഐ വുഡ് ലൈക്ക് എന്ന് പറഞ്ഞ് നമുക്ക് ആ സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യാം. ഐ വുഡ് ലൈക്ക് എ കപ്പ് ഓഫ് കോഫി. ഇത് ഐ വാണ്ട് എ കപ്പ് ഓഫ് കോഫി എന്ന് പറയുന്നതിലും കുറച്ചുകൂടി പൊളൈറ്റ് ആണ് ഐ വുഡ് ലൈക്ക് എന്ന് പറയുമ്പോൾ. ഐ വുഡ് ലൈക്ക് ടു ടോക്ക് ടു ദ മാനേജർ, എനിക്ക് മാനേജറോട് സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ട്, അതാണ് ആ സെൻറ്റൻസിന് അർത്ഥം. ഐ വാണ്ട് ടു ടോക്ക് ടു ദ മാനേജർ എന്ന് പറയുമ്പോൾ അത് കുറച്ചുകൂടി ഡയറക്റ്റായി, അത് കുറച്ചുകൂടി റൂഡായതുപോലെ തോന്നും. പക്ഷേ ഐ വുഡ് ലൈക്ക് എന്ന് അവിടെ പറയുമ്പോൾ നമുക്കത് വളരെ മാന്യമായ രീതിയിൽ, മറ്റുള്ളവർക്ക് മുഷിവ് തോന്നാത്ത രീതിയിൽ നമുക്കത് അവതരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് നമ്മളിവിടെ ഐ വുഡ് ലൈക്ക് ഉപയോഗിച്ചത്. വുഡ് യു മൈൻഡ് വെയിറ്റിംഗ് ഫോർ എ മിനിറ്റ്. ഇനി വുഡിന് ശേഷം നമ്മൾ മൈൻഡ് ഉപയോഗിക്കുമ്പോൾ അത് ആളുകൾക്ക് എന്തെങ്കിലും പരാതിയുണ്ടോ, എതിർപ്പുണ്ടോ, അതൊക്കെ അറിയുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ വുഡ് യു മൈൻഡ് യൂസ് ചെയ്യുന്നത്. വുഡ് യു മൈൻഡിന് ശേഷം നമ്മൾ എപ്പോഴും ING ഫോമാണ് യൂസ് ചെയ്യുന്നത് കൂടി ശ്രദ്ധിക്കുക. ഇനി വുഡിന് വേറൊരു യൂസ് കൂടിയുണ്ട്. നമ്മൾ പാസ്റ്റ് ഹാബിറ്റ്സിനെ കുറിച്ച് പറയുന്നതിന് വേണ്ടി വുഡ് ഉപയോഗിക്കും. പാസ്റ്റ് ഹാബിറ്റ്സ് എന്ന് പറയുമ്പോൾ നേരത്തെ നമ്മൾ ചെയ്തിരുന്ന എന്നാൽ ഇപ്പോൾ നമ്മൾ ചെയ്യാത്ത കാര്യങ്ങളെക്കുറിച്ച് പറയാൻ നമുക്ക് വുഡ് ഉപയോഗിക്കാം. ഈ എക്സാമ്പിൾസ് നോക്കൂ. ഹി വുഡ് സ്പെൻഡ് എ ലോട്ട് ഓഫ് ടൈം ഇൻ ദ ലൈബ്രറി. അവൻ ലൈബ്രറിയിൽ ഒരുപാട് സമയം
ചിലവഴിക്കുമായിരുന്നു. ഇപ്പൊ ചെയ്യുന്നില്ലേ, അത് നേരത്തെ ചെയ്തിരുന്നു. ഇതൊരു പാസ്റ്റ് ഹാബിറ്റാണ്. വി വുഡ് ഗോ സ്വിമ്മിങ് എവറി വീക്കെൻഡ്. ഞങ്ങൾ എല്ലാ വീക്കെൻഡിലും നീന്താൻ പോകുമായിരുന്നു. ഇപ്പൊ പോകുന്നുണ്ടെന്നല്ല പറയുന്നത്, ഇത് പാസ്റ്റ് നേരത്തെ ചെയ്തിരുന്നു. കുട്ടികളായിരുന്ന കാലത്ത് എപ്പോഴെങ്കിലും ആയിരിക്കും, അന്ന് ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. ആ അന്ന് ചെയ്തിരുന്നു എന്ന് പറയുന്നതിന് വേണ്ടിയാണ് നമ്മളിവിടെ വുഡ് ഉപയോഗിച്ചത്. വി വുഡ് ഗോ സ്വിമ്മിങ് എവറി വീക്കെൻഡ്. ഷീ വുഡ് ടോക്ക് ടു ഹെർസെൽഫ് എലോട്ട്. അവളോട് തന്നെ ഒരുപാട് സംസാരിക്കാറുണ്ടായിരുന്നു. ഇനി ഷോൾ എന്ന് പറയുന്നത് വിൽ വുഡിന് ശേഷം വരുന്ന ഓക്സിലറി ആണ് ഷോള്. പക്ഷെ അത് ഇപ്പോൾ വളരെ റെയർലി മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അമേരിക്കൻ ഇംഗ്ലീഷിൽ ഷോൾ ഏകദേശം ഉപയോഗിക്കുന്നില്ല എന്ന് തന്നെ പറയാം. ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ ഐ വി എന്ന് പറയുന്ന ഫസ്റ്റ് പേഴ്സൺ പ്രൊനൗൺസിൻ്റെ കൂടെ ഷോൾ വില്ലിന് പകരം ഉപയോഗിക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ ആ യൂസും വളരെ കുറവാണ്. ഷോൾ നമുക്ക് ആക്ച്വലി ഉപയോഗിക്കേണ്ടി വരാത്തൊരു ഓക്സിലറി ആയത് കാരണം ഈ ലെസണിൽ ഷോളിനെ കുറിച്ച് കാര്യമായിട്ടൊന്നും പറയുന്നില്ല. ഇനി നമുക്ക് ഷുഡ് എന്ന് പറയുന്ന ഓക്സിലറി, അതൊരു ഇമ്പോർട്ടൻ്റ് ഓക്സിലറിയാണ്. അപ്പോൾ നമുക്ക് ഷുഡ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നോക്കാം. ഷുഡ് മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്ന ഒബ്ലിഗേഷനെ കുറിച്ച്, നമ്മുടെ ബാധ്യതകളെക്കുറിച്ച്, ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നതിന് വേണ്ടിയാണ് ഷുഡ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ഷുഡ് ഉപയോഗിച്ച ആളുകൾക്ക് അഡ്വൈസ് കൊടുക്കാം. യു ഷുഡ് ടോക്ക് ടു ഹിം. നീ അവനോട് സംസാരിക്കണം. ഇതൊരു നിർബന്ധമല്ല, നീ അവനോട് സംസാരിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. നീ അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലത്, അത്രേ ഉള്ളൂ. ഷുഡിന് അത്ര ഫോഴ്സ് അധികം ഇല്ല. യു ഷുഡ് ലിസൺ ടു ദ ഇൻസ്ട്രക്ഷൻസ്. നീ ഇൻസ്ട്രക്ഷൻസ് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അതിനനുസരിച്ച് പ്രവർത്തിക്കണം എന്നർത്ഥം. ഷുഡ് ഐ വെയിറ്റ്. ഇനി നമുക്ക് എന്തെങ്കിലും ഒന്ന് ചോദിക്കണമെങ്കിൽ, നമുക്ക് എന്തെങ്കിലും മറ്റൊരാളുടെ സജഷനോ അവരുടെ അഭിപ്രായമോ ഒക്കെ അറിയാൻ വേണ്ടി നമുക്ക് ഷുഡ് ഉപയോഗിക്കാം, ക്വസ്റ്റ്യനിൽ ഉപയോഗിക്കാം. അപ്പോൾ ഷുഡ് ഐ വെയിറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ കാത്തു നിൽക്കണോ, അതാണ് അതിനർത്ഥം. ഷുഡ് ഐ അപ്ലൈ അഗെയിൻ, ഞാൻ വീണ്ടും അപ്ലൈ ചെയ്യേണ്ടതുണ്ടോ. യു ഷുഡിൻ വറി, ഇതൊരു അഡ്വൈസാണ്. നീ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, അതിൻ്റെ ആവശ്യമില്ല എന്നാണ് ആ സെൻറ്റൻസിന് അർത്ഥം. ഷുഡ് ഐ ഹെൽപ്പ് യു ക്യാരി ദീസ് ബാഗ്സ്. ഞാൻ ഈ ബാഗ്സ് നിങ്ങളെ എടുത്തു കൊണ്ടുപോകാൻ സഹായിക്കണോ. അപ്പോൾ നമുക്കിങ്ങനെ ഒരാളുടെ അടുത്ത് ഞാൻ എന്തെങ്കിലും ചെയ്യണോ അങ്ങനെ ചോദിക്കുന്നതിന് വേണ്ടി നമ്മൾ ഏത് ഉപയോഗിക്കും? ഷുഡാണ് ഉപയോഗിക്കുക. വുഡൊന്നും ആ മീനിങ്ങിൽ ഉപയോഗിക്കില്ല. വുഡ് നമ്മൾ ഓഫറുകളിൽ, പൊളൈറ്റ് ഓഫറുകളിൽ അത് വേണോ ഇത് വേണോ അങ്ങനത്തെ കാര്യങ്ങളിലാണ് നമ്മൾ വുഡ് ഉപയോഗിക്കുക. എന്തെങ്കിലും ഒന്ന് ചെയ്യണോ എന്ന് ചോദിക്കുന്നതിന് വേണ്ടി നമ്മൾ ഏതാ ഉപയോഗിക്കുക? വുഡല്ല ഉപയോഗിക്കുക, നമ്മൾ ഷുഡാണ് ഉപയോഗിക്കുക. എന്തെങ്കിലും വേണോ എന്ന് ചോദിക്കാൻ നമ്മൾ വുഡ് ഉപയോഗിക്കും. വുഡ് യു ലൈക്ക് എ കപ്പ് ഓഫ് കോഫി. എന്തെങ്കിലും ചെയ്യണോ? ഷുഡ് ഐ ഗെറ്റ് യു സംതിങ് ടു ഈറ്റ്. ഞാൻ നിനക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊണ്ടുവന്ന് തരണോ. എന്തെങ്കിലും ചെയ്യണോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഏതാ ഉപയോഗിക്കുക? ഷുഡാണ് ഉപയോഗിക്കുക. എന്തെങ്കിലും വേണോ എന്ന് ചോദിക്കുമ്പോൾ, പൊളൈറ്റായിട്ട് ചോദിക്കുമ്പോൾ നമ്മൾ വുഡ് ഉപയോഗിക്കും. ഇനി ഷുഡിന് തന്നെ വേറൊരു യൂസ് ഉണ്ട്, അസംഷൻ. നമ്മുടെ ഊഹങ്ങളെക്കുറിച്ച് പറയാൻ, നമുക്ക് എന്ത് തോന്നുന്നു എന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് ഷുഡ് ഉപയോഗിക്കുക. ഇത് വില്ലിൻ്റെ ഫ്യൂച്ചർ പ്രഡിക്ഷൻ എന്നുള്ള യൂസിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഷീ ഷുഡ് ബി ഹിയർ സൂൺ എന്ന് പറയുമ്പോൾ അപ്പോൾ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അവളിവിടെ ഉടനെ എത്തിച്ചേരേണ്ടതാണ്. അവളൊരു പക്ഷേ നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരിക്കാം. ആ ഒരു ഐഡിയയുടെ പുറത്താണ് നമ്മളിത് പറയുന്നത്, ഇപ്പോൾ ഇവിടെ എത്തേണ്ടതാണ് എന്ന്. ഷീ ഷുഡ് ബി ഹിയർ സൂൺ എന്നുള്ള സെൻറ്റൻസിന് വേറെ ഒരു അർത്ഥത്തിലും യൂസ് ചെയ്യാം. അവളിവിടെ എത്തേണ്ടതുണ്ട്, അതൊരു ഒബ്ലിഗേഷൻ ആണെന്നുള്ള രീതിയിലും പറയാം. നമുക്കിതിൻ്റെ ആക്ച്വൽ മീനിങ് ആ കോണ്ടസ്റ്റ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഷീ ഷുഡ് ഗെറ്റ് ദ ജോബ്. അങ്ങനെ അവൾക്ക് ആ ജോലി കിട്ടേണ്ടതാണ്, അതാണ് ആ സെൻറ്റൻസിന് അർത്ഥം. അത് എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്? അവൾക്ക് അതിന് വേണ്ട ക്വാളിഫിക്കേഷൻസ് ഉണ്ടായിരിക്കാം, അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഷീ ഷുഡ് ഗെറ്റ് ദ ജോബ് എന്ന്. ഇനിയിപ്പോൾ ഷീ വിൽ ഗെറ്റ് ദ ജോബ് എന്നാ പറയുന്നതെങ്കിലോ അത് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുകയാണ് ഫ്യൂച്ചറിന്. അവൾക്ക് ആ ജോലി കിട്ടും. ഇറ്റ് ഷുഡ് ബി റെഡി ബൈ ഈവനിങ്. വൈകുന്നേരം ആകുമ്പോഴേക്കും അത് റെഡി ആവേണ്ടതാണ്. ഇതിന്റെ മീനിങ്ങും കോണ്ടസ്റ്റിനനുസരിച്ച് മാറും. ഇപ്പം നമ്മൾ ഒരാളെ ഒരു കാര്യം, ഒരു ജോലി ചെയ്യാൻ ഏൽപ്പിച്ചു, എന്നിട്ട് നമ്മൾ അവരോട് പറയുകയാണ് ഇറ്റ് ഷുഡ് ബി റെഡി ബൈ ഈവനിങ്. എന്തെങ്കിലും ഒരു സാധനം നേരെയാക്കാനോ എന്തിനെങ്കിലുമൊക്കെ നമ്മൾ കൊടുത്തു എന്ന് കരുതാം. എന്നിട്ട് നമ്മൾ ഇറ്റ് ഷുഡ് ബി റെഡി ബൈ ഈവനിങ് എന്ന് പറയുമ്പോൾ എന്താ അതിനർത്ഥം? ഈ വൈകുന്നേരം ആവുന്നതോടെ അത് റെഡി ആവണം. അത് നമ്മളൊരു ആവശ്യം അവരോട് അങ്ങോട്ട് പറയുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ അവർക്ക് എന്തെങ്കിലും ഒന്ന് കൊടുത്തു, പക്ഷേ എപ്പോൾ റെഡി ആവണമെന്നൊന്നും നമ്മൾ പറഞ്ഞില്ല, പക്ഷെ അവർ ഇങ്ങോട്ട് പറയുകയാണ് ഇറ്റ് ഷുഡ് ബി റെഡി ബൈ ഈവനിങ്. അതിനർത്ഥം എന്താണ്? വൈകുന്നേരം ആവുന്നതോടുകൂടി ശരിയാവേണ്ടതാണ്. അപ്പോൾ ഇതിൻ്റെ യഥാർത്ഥ മീനിങ് നമ്മൾ ആ കോണ്ടസ്റ്റ് എന്ന് മനസ്സിലാക്കേണ്ടതാണ്. ഇനി ക്യാൻ എന്ന് പറയുന്നത് മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്ന എബിലിറ്റി, കഴിവിനെ കുറിച്ച് പറയും. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനുള്ള നമ്മളുടെ കഴിവിനെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ് ക്യാൻ ഉപയോഗിക്കുന്നത്. പ്രസന്റ് എബിലിറ്റി അല്ലെങ്കിൽ ഫ്യൂച്ചർ എബിലിറ്റി, ഇപ്പം നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഭാവിയിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെ കുറിച്ച് പറയാനാണ് നമ്മൾ ക്യാൻ ഉപയോഗിക്കുക. ഐ ക്യാൻ സ്വിം, എനിക്ക് നീന്താൻ കഴിയും. ഷീ ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ്, അവൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയും. അപ്പോൾ നമുക്കിതിനെ ക്വസ്റ്റ്യൻ ആക്കാൻ സബ്ജക്റ്റിന് മുന്നിലേക്ക് ക്യാൻ വെക്കുകയേ വേണ്ടല്ലോ. ക്യാൻ എനിബഡി സോൾവ് ദിസ് പസിൽ, ഈ പസിൽ ആർക്കെങ്കിലും സോൾവ് ചെയ്യാൻ കഴിയുമോ? ഷീ കനോട്ട് വാക്ക്, അവൾക്ക് നടക്കാൻ കഴിയില്ല. കനോട്ട് എന്ന് പറയുമ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നത് നോക്കുക, അതിനിടയിൽ ഗ്യാപ്പ് ഇല്ല. നമ്മൾ ക്യാനിന് ശേഷം ഒരു സ്പേസ് ഇട്ടല്ല നോട്ട് എഴുതുന്നത്. കനോട്ട് ഒറ്റ വേർഡാണ്. അപ്പോൾ നമ്മളതിനെ സ്പോക്കൺ ഇംഗ്ലീഷിൽ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ കനോട്ട് എന്നല്ല പറയുക, നമ്മൾ പറയുക ഷീ കാൺ വാക്ക് എന്നാണ് പറയുക. യു ക്യാൻ കം വെനെവർ യു വാണ്ട്, എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് വരാം, അതിന് തടസ്സങ്ങളൊന്നുമില്ല. ഇനി ക്യാനിന് വേറെയും യൂസസ് ഉണ്ട്. നമുക്ക് പെർമിഷൻ കൊടുക്കുന്നതിന് വേണ്ടി, പെർമിഷൻ ചോദിക്കുന്നതിനും പെർമിഷൻ കൊടുക്കുന്നതിന് വേണ്ടിയും നമുക്ക് ക്യാൻ യൂസ് ചെയ്യാം. ഇതേ അർത്ഥത്തിൽ നമുക്ക് മേയും യൂസ് ചെയ്യാം.
ക്യാൻ ഐ കം ഇൻ, എനിക്ക് അകത്തേക്ക് വരാമോ? നമുക്ക് മേ ഐ കം ഇൻ എന്നും കൂടി ചോദിക്കാം. യു ക്യാൻ ഗോ നൗ, നിനക്ക് ഇപ്പോൾ പോവാം. മേ ഉപയോഗിക്കാം, യു മേ ഗോ നൗ എന്ന് പറയാം. ക്യാൻ ഐ ആസ്ക് യു സംതിങ്, എനിക്ക് നിങ്ങളോട് ഒരു കാര്യം ചോദിക്കാം, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. മേ ഐ ആസ്ക് യു സംതിങ് എന്ന് പറഞ്ഞാലും ഇതേ മീനിങ് തന്നെയാണ്. ഇനി പോസിബിലിറ്റിയെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയും നമുക്ക് ക്യാൻ ഉപയോഗിക്കാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സാധ്യമാണ് എന്ന് പറയാൻ വേണ്ടി നമ്മൾ ക്യാൻ ഉപയോഗിക്കില്ല. പക്ഷെ സാധ്യമാണോ അല്ലെങ്കിൽ സാധ്യമല്ല, അതായത് ക്വസ്റ്റ്യൻ ആയിട്ടും നെഗറ്റീവായിട്ടും നമുക്ക് ക്യാൻ പോസിബിലിറ്റിയെ കുറിച്ച് പറയാൻ ഉപയോഗിക്കാം. പക്ഷേ അതങ്ങനെയാണ്, സാധ്യമാണ് എന്ന് പറയാൻ അഫിർമേറ്റീവ് സെൻറ്റൻസിൽ പോസിബിലിറ്റി സൂചിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ ക്യാൻ ഉപയോഗിക്കില്ല. നമുക്ക് എബിലിറ്റിയെ കുറിച്ച് പറയാൻ ക്യാൻ ഉപയോഗിക്കാം. പെർമിഷൻ ചോദിക്കാനോ കൊടുക്കാനോ ഒക്കെ വേണ്ടി നമുക്ക് ക്യാൻ ഉപയോഗിക്കാം. പക്ഷേ പോസിബിലിറ്റിയെ കുറിച്ച് പറയാം, ഒരു കാര്യം സാധ്യമാണെന്ന് പറയാൻ അഫിർമേറ്റീവ് സെൻറ്റൻസിൽ നമ്മൾ ക്യാൻ ഉപയോഗിക്കാറില്ല. ഇപ്പോൾ ഈ എക്സാമ്പിൾ നോക്കൂ. ദർ ഈസ് എ ഡോർ ബെൽ അടിക്കുന്നുണ്ട്. ഹൂ ക്യാൻ ഇറ്റ് ബി, അത് ആരായിരിക്കും? അപ്പോൾ നമ്മളവിടെ പോസിബിലിറ്റി ആരായിരിക്കും എന്നുള്ള ആ സാധ്യതയെക്കുറിച്ച് ചോദിക്കാൻ നമ്മളിവിടെ ക്യാൻ ഉപയോഗിച്ചു. അതിൻ്റെ ആൻസർ എന്താണ്? ഇറ്റ് കാൺ ബി ദ പോസ്റ്റ്മാൻ ആയിരിക്കില്ല. കാരണം ഹി ഹാസ് ഓൾറെഡി ബീൻ, അയാൾ വന്നു പോയിരിക്കുന്നു എന്നർത്ഥം. അപ്പോൾ ഇവിടെ നെഗറ്റീവ് എന്നുള്ള മീനിങ്ങിലും നമ്മളിവിടെ കാണ്ടെന്ന് ഉപയോഗിച്ചു. പക്ഷേ ഇനി അത് പോസ്റ്റ്മാൻ ആണ് എന്ന് പറയണം, പോസ്റ്റ്മാൻ ആവാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നതെങ്കിൽ നമുക്ക് ഇറ്റ് ക്യാൻ ബി ദ പോസ്റ്റ്മാൻ എന്ന് പറയാമോ? അങ്ങനെ നമ്മൾ പറയില്ല. നമ്മളതിന് പകരം ഒന്നുകിൽ മേ ഉപയോഗിക്കും, ഇറ്റ് മേ ബി ദ പോസ്റ്റ്മാൻ എന്ന് പറയും. അല്ലെങ്കിൽ നമ്മളത് മൈറ്റ് ഉപയോഗിക്കും. സാധ്യത കമ്മിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മൈറ്റ് ഉപയോഗിക്കും. അല്ലെങ്കിൽ നമ്മൾ കുഡ് ഉപയോഗിക്കും, ഇറ്റ് കുഡ് ബി ദ പോസ്റ്റ്മാൻ എന്ന് പറയും. പക്ഷെ അപ്പോഴും നമ്മൾ ഇറ്റ് ക്യാൻ ബി ദ പോസ്റ്റ്മാൻ എന്ന് പറയില്ല. ഒരു കാര്യം സാധ്യമാണെന്ന് പറയും, അഫിർമേറ്റീവ് സെൻറ്റൻസസിൽ നമ്മൾ ക്യാൻ ഉപയോഗിക്കില്ല. പക്ഷെ നമുക്ക് സാധ്യമാണോ എന്ന് ചോദിക്കാൻ നമുക്ക് ക്വസ്റ്റ്യൻസിൽ ഉപയോഗിക്കാം. സാധ്യമല്ല എന്ന് പറയാൻ വേണ്ടി നെഗറ്റീവ് സെൻറ്റൻസസിലും ക്യാൻ ഉപയോഗിക്കാം. പൊളൈറ്റ് ഓഫേഴ്സിലും നമ്മൾ ക്യാൻ ഉപയോഗിക്കാറുണ്ട്. ക്യാൻ ഐ ഹെൽപ്പ് യു, എനിക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയുമോ? വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു, എനിക്ക് എന്ത് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ കഴിയും? ഇപ്പം നമുക്ക് എന്തെങ്കിലും വേണമെങ്കിൽ വളരെ പൊളൈറ്റായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നതിന് നമുക്ക് ക്യാൻ ഉപയോഗിക്കാം. ക്യാൻ യു വെയിറ്റ് എ ലിറ്റിൽ, കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാമോ? ക്യാൻ ഐ യൂസ് യുവർ കമ്പ്യൂട്ടർ, എനിക്ക് നിങ്ങളുടെ കമ്പ്യൂട്ടർ ഉപയോഗിക്കാമോ? ഇനി നമുക്ക് കുഡ് എന്ന് പറയുന്ന ഓക്സിലറി വെർബിന്റെ മോഡാൽ ഓക്സിലറി വെർബിന്റെ യൂസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ചിലെ ക്യാനിന്റെ പാസ്റ്റ് ടെൻസ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ് കുഡ്. അതുപോലെ തന്നെ നമുക്ക് കുഡ് ഉപയോഗിച്ച് നമ്മൾ മെയിൻലി ഉപയോഗിക്കുന്നത് പാസ്റ്റ് എബിലിറ്റിയെ കുറിച്ച് പറയുന്നതിനാണ്. അതായത് പണ്ട് നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിരുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുന്നതിന് വേണ്ടി, പാസ്റ്റ് ഹാബിറ്റ്സിനെ കുറിച്ച് പറയുന്നതിന് വേണ്ടി നമ്മൾ വുഡ് ഉപയോഗിക്കുന്നത് നേരത്തെ കണ്ടു. ഇത് നേരത്തെ ചെയ്യാൻ കഴിഞ്ഞിരുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയാൻ നമുക്ക് കുഡ് ഉപയോഗിക്കും. അപ്പോൾ ഷീ കുഡ് റീഡ് വെൻ ഷി വാസ് ജസ്റ്റ് 3, വെറും 3 വയസ്സുണ്ടായിരുന്ന സമയത്ത് അവൾക്ക് വായിക്കാൻ കഴിയുമായിരുന്നു എന്നാണ് പറയുന്നത്. ദേ കുഡിൻ ഫൈൻഡ് ഹിം, അവർക്ക് അവനെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. ഇത് കഴിഞ്ഞു പോയൊരു സംഭവമാണ്. ഐ കുഡിൻ സോൾവ് ദ പസിൽ, എനിക്ക് ആ പസിൽ സോൾവ് ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പോൾ പാസ്റ്റ് കുഡ് ഉപയോഗിച്ച് നമ്മൾ പാസ്റ്റ് എബിലിറ്റിയെ കുറിച്ച് പറയും, കുഡിൻ്റെ ഉപയോഗിച്ച് നമ്മൾ പാസ്റ്റ് ഇനബിലിറ്റിയെ കുറിച്ച് പറയും. നമുക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല, അതിന് വേണ്ടിയിട്ട് നമ്മൾ കുഡിൻ്റെ ഉപയോഗിക്കും. ഇനി പോസിബിലിറ്റി, ഇപ്പം നേരത്തെ ക്യാൻ ഉപയോഗിച്ച് നമുക്ക് പോസിബിലിറ്റിയെ കുറിച്ച് സംസാരിക്കാമെന്ന് പറഞ്ഞ പോലെ തന്നെ നമുക്ക് കുഡ് ഉപയോഗിച്ചും പോസിബിലിറ്റിയെ കുറിച്ച് സംസാരിക്കാം. പക്ഷെ മെയിനായൊരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ വളരെ ചെറിയൊരു വീക്ക് പോസിബിലിറ്റിയാണ് കുഡ് സൂചിപ്പിക്കുന്നത്. മൈറ്റും തന്നെ ചെറിയൊരു പോസിബിലിറ്റിയെ സൂചിപ്പിക്കുന്നുള്ളൂ. മേ ആണ് ഏറ്റവും കൂടുതൽ. ഇപ്പോൾ മേ ഉപയോഗിക്കുമ്പോൾ നമുക്കൊരു 50% സാധ്യതയാണെന്നുണ്ടെങ്കിൽ കുഡും മൈറ്റും ഉപയോഗിക്കുമ്പോൾ അതിൽ 20 or 25% സാധ്യതയുള്ളൂ. അപ്പോൾ ഈ എക്സാമ്പിൾ നോക്കൂ. വെർ ഈസ് രശ്മി, രശ്മി എവിടെയാണ്? ഷീ കുഡ് ബി അപ്സ്റ്റേഴ്സ്, അവൾ മുകളിലായിരിക്കാം എന്നുണ്ട്. ഷീ മേ ബി അപ്സ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഒരു സാധ്യതയുണ്ട്. ഷീ മൈറ്റ് ബി അപ്സ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ സാധ്യത വളരെ കമ്മിയാണ്. ഏകദേശം അത്ര സാധ്യത തന്നെയാണ് നമുക്കിവിടെ കുഡ് ഉപയോഗിക്കുമ്പോഴും ഉള്ളൂ. കുഡ് ഇറ്റ് ബി എ ഫോക്സ്, അതൊരു ഫോക്സ് ആയിരിക്കുമോ? ഫോക്സ് ആവാനുള്ള സാധ്യതയുണ്ടോ? നമുക്കവിടെ ക്യാൻ ഇറ്റ് ബി എ ഫോക്സ് എന്നും ചോദിക്കാം. അപ്പോൾ അതിൻ്റെ ആൻസർ ആവുന്ന സമയത്ത് നമുക്ക് അത് ഫോക്സ് ആവാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നതുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും? നമ്മളിവിടെ ക്യാൻ ഉപയോഗിക്കില്ല. നമുക്ക് പറയാം ഇറ്റ് മേ ബി എ ഫോക്സ് എന്ന് പറയാം, അല്ലെങ്കിൽ ഇറ്റ് കുഡ് ബി എ ഫോക്സ് എന്നോ ഇറ്റ് മൈറ്റ് ബി എ ഫോക്സ് എന്നോ പറയാം. പക്ഷേ അത് ഫോക്സ് അല്ലാതിരിക്കാനുള്ള സാധ്യത ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായും അവിടെ കനോട്ട് ഉപയോഗിക്കാം. ഇറ്റ് കാൺ ബി എ ഫോക്സ് എന്ന് പറയാം. നമ്മൾ സാധ്യമാണ് എന്ന് പറയുന്നതിന് വേണ്ടി നമ്മൾ ക്യാൻ ഉപയോഗിക്കില്ല എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ഷീ കുഡ് ബി ഹിയർ സൂൺ, അപ്പോൾ ഇവിടെ അവൾ പെട്ടെന്ന് തന്നെ ഇവിടെ എത്തിച്ചേരേണ്ടതാണ് എന്നർത്ഥം. അവൾക്ക് എത്തിച്ചേരാൻ പറ്റേണ്ടതാണ് എന്നർത്ഥം. അതാണ് നമ്മളിവിടെ കുഡ് ഉപയോഗിക്കുന്നതുകൊണ്ട് ഉദ്ദേശിച്ച്. ഷീ ഷുഡ് ബി ഹിയർ സൂൺ ആണെന്നുണ്ടെങ്കിൽ അതൊരു അസംഷന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അവൾ എത്തിച്ചേരേണ്ടതാണ് എന്ന് നമുക്ക് നമ്മളുടെ ഒരു ഊഹം, ആ ഒരു അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. വലിയൊരു ഡിഫറൻസ് ഇല്ല മീനിങ്ങിൽ, എന്നാലും അതത് കോണ്ടെക്സ്റ്റിനനുസരിച്ച് ഇതിൻ്റെയൊക്കെ മീനിങ് മനസ്സിലാക്കേണ്ടതാണ്. ഇനി നമുക്ക് മേയും മൈറ്റും ഉപയോഗിച്ചിട്ടുള്ള ഇത് രണ്ടും തമ്മിൽ കാര്യമായ ഡിഫറൻസ് ഒന്നുമില്ല. മെയിൻ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ മേ കൂടുതൽ സാധ്യത കാണിക്കുമ്പോൾ മൈറ്റ് വളരെ കുറവ് സാധ്യത മാത്രമേ കാണിക്കുന്നുള്ളൂ. വേറെ ഇതിലെ ഗ്രാമർ എല്ലാം സെയിം തന്നെയാണ്. അപ്പോൾ മേ ഐ ലീവ് ഏർലി ടുഡേ, നമുക്കിവിടെ മേ പെർമിഷൻ ചോദിക്കുന്നതിന് വേണ്ടി നമുക്ക് മേ ഉപയോഗിക്കാം, ക്യാനും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ മേ ഐ ലീവ് ഏർലി ടുഡേ എന്നുള്ളതിന് പകരം നമുക്കിവിടെ ക്യാൻ ഐ ലീവ് ഏർലി ടുഡേ എന്ന് ചോദിക്കാൻ ഒരു കുഴപ്പമില്ല. മേ ഐ കം ഇൻ, എനിക്ക് അകത്തേക്ക് വരാമോ? ക്യാൻ ഉപയോഗിക്കാം. മേ ഐ വാച്ച് TV മമ്മി, എനിക്ക് TV കാണാമോ? അമ്മയോട് ചോദിക്കാം.
ചോദിക്കുകയാണ്. അപ്പോൾ അമ്മ പറയാം യെസ് യു മേ എന്ന് പറയാം അമ്മയ്ക്ക്, അല്ലെന്നുണ്ടെങ്കിൽ യു ക്യാൻ എന്ന് പറയാം. ഇവിടെ മേയും പെർമിഷൻ ചോദിക്കുന്ന കാര്യത്തിൽ നമുക്ക് മേയോ ക്യാനോ ഉപയോഗിക്കാം. രണ്ടും ഉപയോഗിച്ചാലും വലിയൊരു പ്രശ്നങ്ങളോ വ്യത്യാസങ്ങളോ ഒന്നുമില്ല. പോസിബിലിറ്റിയെ കുറിച്ച് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു മേ കൂടുതൽ പോസിബിലിറ്റി കാണിക്കുന്നുണ്ട്, മൈറ്റും കുഡും വളരെ കുറവ് പോസിബിലിറ്റി കാണിക്കുന്നത്. ഇറ്റ് മേ റെയിൻ ഇൻ ദ ആഫ്റ്റർനൂൺ എന്ന് പറയുമ്പോൾ മഴ പെയ്യാൻ ഒരു 50% സാധ്യതയുണ്ട് എന്ന് കരുതുക. ഇറ്റ് മൈറ്റ് റെയിൻ ഇൻ ദ ആഫ്റ്റർനൂൺ എന്നാണ് പറയുന്നതെങ്കിലോ വളരെ കുറച്ച് സാധ്യത മാത്രമേ ഉള്ളൂ. ഷീ മൈറ്റ് കം, അവൾ വരാൻ സാധ്യതയുണ്ട്, വലിയൊരു സാധ്യതയില്ല എന്നാൽ സാധ്യതയുണ്ട്. വി മെ നോട്ട് വിൻ, നമ്മൾ ജയിക്കുമെന്ന് തോന്നുന്നില്ല, ജയിക്കാൻ വലിയൊരു സാധ്യതയില്ല. ഹൂ ക്യാൻ ഇറ്റ് ബി, അത് ആരാവാം. അപ്പോൾ അവിടെ ഹൂ മേ ഇറ്റ് ബി എന്ന് നമ്മൾ അങ്ങനെ ചോദിക്കാറില്ല. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസിൽ നമ്മൾ മേ ചോദിക്കാറില്ല പോസിബിലിറ്റിയെ കുറിച്ച് പറയുന്നതിന് വേണ്ടി. നമ്മൾ അതിന് പകരം ക്യാൻ ആണ് ഉപയോഗിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കുഡ് ഉപയോഗിക്കാം. ഇറ്റ് മേ ബി ദ പോസ്റ്റ്മാൻ. അപ്പോൾ അതിൻ്റെ ആൻസറിൽ നമ്മളവിടെ എന്താ നേരത്തെ പറഞ്ഞല്ലോ, സാധ്യതയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ അഫിർമേറ്റീവ് സെൻറ്റൻസിൽ ക്യാൻ ഉപയോഗിക്കില്ല എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ സാധ്യതയെക്കുറിച്ച് ചോദിക്കുന്ന സെൻറ്റൻസിൽ മേയും ഉപയോഗിക്കില്ല. ഇപ്പോൾ ഇതിൻ്റെ ഇവിടെ ഇറ്റ് മേ ബി ദ പോസ്റ്റ്മാൻ എന്ന് നമുക്ക് പറയാം, പക്ഷേ ഇറ്റ് ക്യാൻ ബി ദ പോസ്റ്റ്മാൻ എന്ന് നമ്മൾ സാധാരണഗതിയിൽ പറയില്ല. നമുക്ക് മേയോ മൈറ്റോ കുഡോ ആണ് നമ്മളിവിടെ ഉപയോഗിക്കേണ്ടത്. ഇനി മസ്റ്റ് എന്ന് പറയുന്നത് ഷുഡ് എന്ന് പറയുന്ന ഓക്സിലറിയേക്കാളും വലിയ വ്യത്യാസമൊന്നുമില്ല, പക്ഷെ മസ്റ്റ് വളരെ സ്ട്രോങ് ആണ്. സ്ട്രോങ് ഒബ്ലിഗേഷൻ ആണ്. നെസസിറ്റിയെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ് മസ്റ്റ് ഉപയോഗിക്കുന്നത്. യു മസ്റ്റ് ലീവ് നോ എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ പോയേ തീരൂ. യു ഷുഡ് ലീവ് എന്ന് പറയുന്ന പോലെയല്ല യു മസ്റ്റ് ലീവ് എന്ന് പറയുന്നത്. ഇപ്പം യു മസ്റ്റ് ലീവ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പോകണം. ഹി മസ്റ്റ് പേ ഹിസ് ഡ്യൂസ്, അവൻ്റെ ഡ്യൂസ് അടച്ചു തീർത്തേ പറ്റൂ. യു മസ്റ്റ് ഒബേ ദ ലോ, നിങ്ങൾ നിയമം അനുസരിച്ചേ മതിയാവും. അത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ നമ്മൾ മസ്റ്റ് ഉപയോഗിച്ചതിന് കാരണം എന്താണെന്ന് വെച്ചാൽ അത് ചെയ്തിട്ടില്ല. അപ്പോൾ ആ പറഞ്ഞ കാര്യം ചെയ്തിട്ടില്ലെങ്കിൽ അതിന് നെഗറ്റീവായ ഒരു കോൺസിക്വൻസ് ഉണ്ട് എന്നാണ് അർത്ഥം. ഷുഡ് ഉപയോഗിക്കുമ്പോൾ അങ്ങനെയല്ല, ചെയ്താൽ നന്ന്, ചെയ്തിട്ടില്ലെങ്കിലും വലിയ പ്രശ്നമില്ല. പക്ഷെ മസ്റ്റ് ഉപയോഗിക്കുമ്പോൾ അങ്ങനെയല്ല, ചെയ്തിട്ടില്ലെങ്കിൽ വലിയ പ്രശ്നമാണ്. ഇനി മസ്റ്റ് നോട്ട് ഉപയോഗിക്കുമ്പോഴോ അപ്പോൾ അത് പ്രൊഹിബിഷനാണ്, ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. യു മസ്റ്റ് നോട്ട് പാർക്ക് ഹിയർ, ഇവിടെ പാർക്ക് ചെയ്യാനേ പാടില്ല. യു മസ്റ്റ് നോട്ട് സീ ഹിം എഗെയിൻ, നീ ഇനി അവനെ കാണാൻ പാടില്ല. പ്രൊഹിബിറ്റ് ചെയ്യാണ് നമ്മൾ മസ്റ്റ് ഉപയോഗിച്ച് ചെയ്യുന്നത്, മസ്റ്റ് നോട്ട് ഉപയോഗിച്ച് ചെയ്യുന്നത്. ഇനി ഓട്ട് എന്ന് പറയുന്നത് മറ്റു ഓക്സിലറീസിന് വ്യത്യസ്തമായിട്ട് ഓട്ടിന് ശേഷം നമ്മൾ ടു ഇൻഫിനിറ്റീവ് ആണ് യൂസ് ചെയ്യുക. മറ്റു ഓക്സിലറീസിന് ശേഷം നമ്മൾ എപ്പോഴും ബെയർ ഇൻഫിനിറ്റീവ്, അതായത് V1 ആണ് ഉപയോഗിക്കുക എന്ന് പറഞ്ഞിരുന്നു. ബെയർ ഇൻഫിനിറ്റീവ് എന്ന് പറയുമ്പോൾ V1 ആണ്. ടു അതിൻ്റെ കൂടെ ഉപയോഗിക്കുമ്പോൾ നമ്മളതിനെ ടു ഇൻഫിനിറ്റീവ് എന്ന് പറയും. വെറും ഇൻഫിനിറ്റീവ് എന്ന് പറഞ്ഞാലും V1 ആണ്. ഓട്ടിന് ശേഷം പക്ഷെ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുക ഏതാണ്? ടു ഇൻഫിനിറ്റീവ് ആണ്. ഓട്ടും ഷുഡും തമ്മിൽ മീനിങ്ങിൽ ഒരു ഡിഫറൻസും ഇല്ല. ഷുഡിന് പകരം നമുക്ക് ഉപയോഗിക്കാവുന്ന ഒന്നാണ് ഓട്ട്. ഷുഡാണ് മോർ കോമൺ. യു ഓട്ട് ടു പേ മോർ അറ്റൻഷൻ ഇൻ ദ ക്ലാസ്. ഇപ്പോൾ നമുക്ക് ഇതിന് പകരം യു ഷുഡ് പേ മോർ അറ്റൻഷൻ ഇൻ ദ ക്ലാസ് എന്ന് പറയുന്നത് ഈ ക്ലാസ്സിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു, അതാണ് സെൻറ്റൻസിൻ്റെ അർത്ഥം. യു ഓട്ട് ടു ബി ഓൺ ടൈം, നീ സമയത്ത് വരേണ്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ യു ഷുഡ് ബി ഓൺ ടൈം. യു ഓട്ട് ടു റെസ്പെക്ട് യുവർ എൽഡേഴ്സ്, നമുക്കിവിടെ ഷുഡ് ഉപയോഗിക്കാം, നീ നിന്റെ മുതിർന്നവരെ ബഹുമാനിക്കേണ്ടിയിരിക്കുന്നു. യു ഷുഡ് റെസ്പെക്ട് യുവർ എൽഡേഴ്സ് എന്ന് പറയാം. ഓട്ടിന് ശേഷം ടു ഉപയോഗിച്ചിട്ടുണ്ടെന്ന് നോക്കുക, ഷുഡിന് ശേഷം ടു ഉപയോഗിക്കില്ല. വി ഓട്ട് ടു ഹെൽപ്പ് ദം. അപ്പോൾ ഇനി ഇത് ലാസ്റ്റത്തെ ഫോർത്ത് സെൻറ്റൻസ് നോക്കൂ, നമ്മൾ അവരെ സഹായിക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് അതിന് ശേഷം നമ്മൾ അവിടെ ഒരു ക്വസ്റ്റ്യൻ ടാഗ് കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ ടാഗിൽ നമുക്ക് ഓട്ട് നോട്ട് ബി എന്ന് പറയുന്നതിലും കൂടുതൽ കോമൺ ആയിട്ട് ഷുഡിൻ ബി എന്നാണ് നമ്മൾ സാധാരണ അതിൽ ഉപയോഗിക്കുക. കാരണം ഓട്ട് ക്വസ്റ്റ്യൻ ടാഗിൽ അങ്ങനെ യൂസ് ചെയ്യാറില്ല. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റിൽ ഓട്ട് ഉണ്ടെങ്കിൽ പോലും ക്വസ്റ്റ്യൻ ടാഗിൽ നമുക്ക് നമ്മൾ ഷുഡാണ് ഉപയോഗിക്കാൻ കൂടുതൽ സാധ്യത. വി ഓട്ട് ടു ഹെൽപ്പ് ദം ഷുഡിൻ ബി, നമ്മൾ ചെയ്യേണ്ടതല്ലേ. വി ഓട്ട് ടു ഇൻവൈറ്റ് ദം, നമ്മൾ അവരെ ഇൻവൈറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ വി ഷുഡ് ഇൻവൈറ്റ് ദം. നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നെ അതുപോലെ തന്നെ ഓട്ട് നമ്മൾ സാധാരണഗതിയിൽ ഉപയോഗിക്കാറില്ല. ഓട്ട് വി ടു ടെൽ ഹെർ എന്ന് പറയുന്നതിലും നമ്മൾക്ക് കൂടുതൽ സാധാരണഗതിയിൽ നമ്മൾ പറയുക ഷുഡ് ബി ടെൽ ഹെർ എന്നാണ്, അവളോട് പറയേണ്ടതുണ്ടോ. ക്വസ്റ്റ്യനിൽ നമ്മൾ അങ്ങനെ ഓട്ട് ഉപയോഗിക്കാറില്ല. ഇനി യൂസ് ടു എന്ന് പറയുന്നത് ഓട്ട് പോലെ തന്നെ യൂസിന് ശേഷവും നമ്മൾ യൂസ് ടു എന്ന് പറയുന്ന അതിന് ശേഷവും നമ്മൾ ഒരു ടു ഇൻഫിനിറ്റീവ് ആണ് ഉപയോഗിക്കുന്നത്. ഇത് നമ്മളുടെ പാസ്റ്റ് ഹാബിറ്റ്സിനെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. വുഡ് ഉപയോഗിക്കുന്നതും നമ്മൾ പാസ്റ്റ് ഹാബിറ്റ്സിനെ കുറിച്ച് പറയാൻ വുഡ് നമ്മൾ ഉപയോഗിക്കാമെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ യൂസ് ടുവും വുഡും തമ്മിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. ഇപ്പോൾ ഐ യൂസ് ടു റീഡ് എ ലോട്ട് എന്ന് പറയുമ്പോൾ ഞാൻ ധാരാളം വായിക്കാറുണ്ടായിരുന്നതാണ്. ഇപ്പം ഞാനത് ചെയ്യാറില്ല, പക്ഷെ ഞാൻ നേരത്തെ അത് ചെയ്തിരുന്നു ആണ് അതിനർത്ഥം. ഇപ്പോൾ ഐ വുഡ് റീഡ് എ ലോട്ട് എന്ന് പറയുമ്പോൾ സെൻറ്റൻസിനും അത് തന്നെയാണ് അർത്ഥം, നേരത്തെ ചെയ്തിരുന്നു ഇപ്പം ചെയ്യാറില്ല. ഇനി ഇതിൻ്റെ യൂസ് ടു ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ നെഗറ്റീവ് എന്ന് പറയുന്നത് നമുക്കതിനെ യൂസ്ഡ് നോട്ട് ടു എന്ന് പറയാം. യൂസ്ഡിന് ശേഷം നോട്ട് ഉപയോഗിച്ച് നമുക്കതിനെ നെഗറ്റീവ് ആക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഡിഡിൻറ്റ് ഉപയോഗിച്ചും നമുക്കതിനെ നെഗറ്റീവ് ആക്കാം. ഡിഡിൻറ്റ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ യൂസ്ഡ് അല്ല യൂസ് ആണ് ഉപയോഗിക്കുക എന്നും കൂടി ശ്രദ്ധിക്കുക. അപ്പോൾ ഐ യൂസ് ടു റീഡ് എ ലോട്ട് എന്നുള്ളതിന് നെഗറ്റീവ് ഐ ഡിഡിൻ യൂസ് ടു റീഡ് മച്ച് എന്നാണ്. അപ്പോൾ ഞാനിവിടെ മച്ച് ഉപയോഗിച്ചതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എ ലോട്ട് സാധാരണഗതിയിൽ നെഗറ്റീവ് സെൻറ്റൻസസിൽ അങ്ങനെ യൂസ് ചെയ്യില്ല. നമ്മളത് അഫർമേറ്റീവ് സെൻറ്റൻസിലാണ് മെയിൻലി യൂസ് ചെയ്യാറ്. നെഗറ്റീവ്സിൽ നമ്മൾ മച്ചാണ് അതിന് പകരം ഉപയോഗിക്കുക. അപ്പോൾ ഐ ഡിഡിൻ യൂസ് ടു റീഡ് മച്ച് എന്ന് നമുക്ക് പറയാം. ഐ യൂസ്ഡ് നോട്ട് ടു റീഡ് മച്ച് എന്നും പറയാം. യൂസ്ഡിന് ശേഷം നമുക്ക് നോട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഡിഡിൻ യൂസ് എന്ന് പറയാം.
ഹി യൂസ് ടു സ്മോക്ക് എ ലോട്ട്, അവൻ ഒരുപാട് പുകവലിക്കുമായിരുന്നു അർത്ഥം. ഇപ്പം ചെയ്യുന്നില്ല എന്നാണ് അർത്ഥം. ഹി യൂസ് ടു വർക്ക് ഹാർഡ്, അവൻ നല്ലതുപോലെ ഹാർഡ് വർക്ക് ചെയ്തിരുന്നു. ഹി യൂസ് ടു നോട്ട് വർക്ക് ഹാർഡ്, അവൻ ഹാർഡ് വർക്ക് ചെയ്തിരുന്നില്ല. അതാണ് നമ്മളിവിടെ. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയും പറയാം, ഹി ഡിഡിൻ യൂസ് ടു വർക്ക് ഹാർഡ് എന്നും പറയാം. നമുക്ക് ഈ നെഗറ്റീവ് രണ്ട് രീതിയിൽ ഉണ്ടാക്കാം. ഡിഡിൻറ്റ് ഉപയോഗിച്ചുണ്ടാക്കാം, അല്ലെങ്കിൽ നമുക്ക് യൂസ്ഡിന് ശേഷം നോട്ട് ഉപയോഗിച്ചിട്ടും ഉണ്ടാക്കാം. ഇനി വുഡും യൂസ്ഡും തമ്മിലുള്ള വേറെ ഒരു ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, യൂസ്ഡ് നമ്മൾ വുഡ് ഉപയോഗിക്കുന്ന പാസ്റ്റ് ഹാബിറ്റ്സിനെ കുറിച്ച് പറയാനാണെന്ന് പറഞ്ഞു. യൂസ്ഡ് ഉപയോഗിച്ച് നമുക്ക് പാസ്റ്റ് ഹാബിറ്റ്സിനെ കുറിച്ച് പറയാം. പാസ്റ്റ് സ്റ്റേറ്റ്സിനെ കുറിച്ച്, അതായത് പണ്ട് ഉണ്ടായിരുന്ന കാര്യങ്ങളെ കുറിച്ച് പറയാൻ നമുക്ക് യൂസ്ഡ് ഉപയോഗിക്കാം, പക്ഷേ വുഡ് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ലാസ്റ്റ് സെൻറ്റൻസ് നോക്കൂ, ദർ യൂസ് ടു ബി എ ടീ ഷോപ്പ് ഇൻ ദാറ്റ് കോർണർ. ആ കോർണറിൽ ഒരു ടീ ഷോപ്പ് ഉണ്ടായിരുന്നു എന്ന് പറയും. അതൊരു സ്റ്റേറ്റ് ആണ്, അതൊരു ഹാബിറ്റ് അല്ല. ആ ഐഡിയ എക്സ്പ്രസ് ചെയ്യാൻ നമുക്ക് യൂസ്ഡ് തന്നെ വേണം. ദർ വുഡ് ബി എ ടീ ഷോപ്പ് ഇൻ ദാറ്റ് കോർണർ എന്ന് പറയാൻ പറ്റില്ല. കാരണം അത് പാസ്റ്റ് സ്റ്റേറ്റ്സിനെ കുറിച്ച് പറയാൻ നമ്മൾ വുഡ് ഉപയോഗിക്കാറില്ല. പാസ്റ്റ് ഹാബിറ്റ്സിനെ കുറിച്ച് പറയാനേ നമ്മൾ വുഡ് ഉപയോഗിക്കൂ. പാസ്റ്റ് സ്റ്റേറ്റ്സിനെ കുറിച്ച് പറയാൻ നമുക്ക് ഇവിടെ യൂസ് ടു തന്നെ വേണം. യൂസ് ടുവിന് വേറെ ഒരു യൂസ് കൂടിയുണ്ട്. യൂസ് ടുവിന് മുന്നിൽ ബി ഉപയോഗിക്കുമ്പോൾ, ബി എന്ന് പറയുമ്പോൾ അത് ഈസ്, ആം, ആർ, വാസ്, വെർ, ഇതിൻ്റെ ആ ഒരു ഫാമിലിയുടെ പേരാണ് ബി എന്ന് പറയുന്നത്. അപ്പോൾ യൂസ് ടുവിന് മുമ്പ് ബി വരുന്ന സമയത്ത് എക്സാമ്പിൾസ് നോക്കൂ. ഐ ആം യൂസ് ടു വർക്കിംഗ് ഹാർഡ്. നമ്മൾ നേരത്തെ യൂസ് ടുവിന് ശേഷം നമ്മൾ ഏതാ ഉപയോഗിച്ചത്? നമ്മൾ ഇൻഫിനിറ്റീവ് ആണ് ഉപയോഗിച്ചത്, അതായത് V1 ആണ് ഉപയോഗിച്ചത്. പക്ഷേ യൂസ് ടുവിന് മുന്നിൽ ഒരു ഈസ്, ആം, ആർ അങ്ങനെ ഏതെങ്കിലും ഒരു ഓക്സിലറി വെർബ് വന്നു കഴിയുമ്പോൾ പിന്നെ നമ്മൾ അതിന് ശേഷം ഉപയോഗിക്കുന്നത് ING ഫോം ആണ്. ഐ ആം യൂസ് ടു വർക്കിംഗ് ഹാർഡ് എന്ന് പറഞ്ഞാൽ ഈ സ്ട്രക്ചറിൻ്റെ അർത്ഥം എനിക്കത് പരിചിതമാണ് എന്നാണ്, എനിക്കത് ശീലമാണ്. ഐ ആം യൂസ് ടു വർക്കിംഗ് ഹാർഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഹാർഡ് വർക്ക് ചെയ്ത് പരിചയമുണ്ട്, അത് ശീലമാണ് എന്നാണ് അർത്ഥം. ഇത് പാസ്റ്റ് ഹാബിറ്റ് ഒന്നുമല്ല, നമ്മളുടെ ഒരു ഇപ്പം നിലവിലുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുന്നതിന് വേണ്ടി തന്നെയാണ് അത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ യൂസ് ടുവിന് മുന്നിൽ ഈസ്, ആം, ആർ അങ്ങനെ എന്തെങ്കിലും വരുമ്പോൾ അതിന് യൂസ് ടുവിന് ശേഷം ING ഫോം ഉപയോഗിക്കണമെന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അതിൻ്റെ മീനിങ് എനിക്ക് പരിചയമാണ് എന്നാണ്. ഹീ ഈസ് നോട്ട് യൂസ് ടു ലിവിങ് എലോൺ, അവന് ഒറ്റയ്ക്ക് ജീവിച്ച് ശീലമില്ല. ഹീ ഈസ് നോട്ട് യൂസ് ടു ലിവ് എലോൺ എന്ന് പറയരുത്, കാരണം ഇവിടെ ടു എന്ന് പറയുന്നത് ഇവിടെ ആക്ച്വലി പ്രിപ്പോസിഷനാണ്. പ്രിപ്പോസിഷന് ശേഷം നമുക്ക് എപ്പോഴും ING ഫോം ആണ് വേണ്ടത്, നമുക്ക് ഇൻഫിനിറ്റീവ് ഉപയോഗിക്കാൻ പറ്റില്ല. ആർ യു യൂസ് ടു വേക്കിംഗ് അപ്പ് ഏർലി, രാവിലെ നേരത്തെ എഴുന്നേറ്റ് നിങ്ങൾക്ക് ശീലമുണ്ടോ, അതാണ് അതിനർത്ഥം. ഇനി മറ്റു ഓക്സിലറീസ്, ഡയർ, നീഡ് എന്ന് പറയുന്നത് രണ്ട് ഓക്സിലറീസ് ഇപ്പം മെയിൻ വെർബ്സ് എന്നുള്ള രീതിയിൽ തന്നെയാണ് യൂസ് ചെയ്യാറ്. അതങ്ങനെ ഓക്സിലറി വെർബ്, മോഡൽ ഓക്സിലറി വെർബ്സ് ആയിട്ട് അതിൻ്റെ യൂസ് കമ്മിയാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് നമുക്ക് വേറൊരു ലെസണിൽ പഠിക്കാം. അപ്പോൾ ഇന്നത്തെ ലെസണിൽ ഇത്രയൊക്കെ പറയുന്നുള്ളൂ. അപ്പോൾ നമ്മളിതിൽ മെയിൻലി ഡിസ്കസ് ചെയ്ത് മോഡൽ ഓക്സിലറി വെർബ്സിൻ്റെ യൂസ് ആണ്. ഇനി നമുക്ക് അടുത്ത ലെസണിൽ ആക്ഷൻ വെർബ്സ് ഉപയോഗിക്കുന്ന സെൻറ്റൻസ് പാറ്റേൺസിനെ കുറിച്ച്, ടെൻസസിനെ കുറിച്ച് എല്ലാം പഠിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൻ്റെ ആദ്യത്തെ ഭാഗത്തെ വീഡിയോ കാണാൻ മറക്കരുത്. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും.